ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനമായ നാവികൻ അഭിലാഷ് ടോമി തൻ്റെ ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും എഴുതിയ പുസ്തകമാണ് ആഴിയും തിരയും കാറ്റും. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിൽ ആദ്യ തവണ പങ്കെടുത്തപ്പോഴുണ്ടായ ദുരന്തങ്ങളെയും ആ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് രണ്ടാമതും അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള മാനസികമായ ആരോഗ്യം ലഭിച്ചതിനെ കുറിച്ചുണ്ട്. വാൾട്ട് ഡിസ്നിയുടെ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്: All our dreams can come true if we have the courage to face them. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കാൻ കഴിയുമെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമെന്നാണ് വാൾട്ട് ഡിസ്നി തൻ്റെ പ്രശസ്തമായ വാക്യത്തിലൂടെ പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് ചെറിയ പ്രതിസന്ധികൾക്കും തോൽവികൾക്കും മുന്നിൽ പോവുകയും അത് ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നാം ജീവിക്കുന്നത്. ചെറിയ വിമർശനങ്ങൾ, ചെറിയ നിരാശകളൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക്. അഭിലാഷ് ടോമി അദ്ദേഹം 2 യാത്രകളാണ് നടത്തിയത്. ഒന്നാമത്തെ യാത്ര മാതേയി എന്ന് പറയുന്ന പായ്വഞ്ചിയിലാണ്. ആ യാത്രയിലാണ് അദ്ദേഹത്തിന് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചത്. അലകടലിൽ ഒരു സഹായമില്ലാതെ ഏതാണ്ട് 71 ദിവസത്തോളം അദ്ദേഹം ഒരു സഹായവുമില്ലാതെ, കുടിവെള്ളമില്ലാതെ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്. നമുക്കറിയാം, സമുദ്രമോ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ 71 ദിവസങ്ങളോളം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുകയും ഏതാണ്ട് ജീവച്ഛവമായി തന്നെയാണ് അദ്ദേഹം കരയിലേക്ക് എത്തപ്പെട്ടത്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് പതറിയില്ല എന്നുള്ളതാണ്. സഹായിക്കാൻ അദ്ദേഹം പലരോട് ആവശ്യപ്പെട്ടപ്പോഴും പലർക്കും അത് സാധിച്ചില്ല എന്നുള്ളതാണ് ദുഃഖം. എങ്ങനെയൊക്കെയോ അദ്ദേഹം ആ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയും ആ ദുരന്തങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ കരകയറുകയും വീണ്ടും ഒരിക്കൽ കൂടി ഗോൾഡൻ ഗ്ലോബിൽ പങ്കെടുക്കണമെന്നും ഗോൾഡൻ ഗ്ലോബിൽ പങ്കെടുത്തുകൊണ്ട് വിജയിക്കണമെന്നും ഒരു നിശ്ചയദാർഢ്യം ആ മനുഷ്യനെ വല്ലാതെ പ്രചോദിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ 2ാമത്തെ യാത്ര എന്ന് പറയുന്നത് തൂരിയ എന്ന് പറയുന്ന കപ്പലാണ്, പായ്വഞ്ചിയിലാണ്. നമുക്കറിയാം, UAE ഒരു ചെറിയ രാജ്യമാണ്. പക്ഷെ ആ രാജ്യത്തെ ഗവൺമെന്റ് അദ്ദേഹം സ്പോൺസർമാരെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരിക്കലും ലഭിക്കില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം UAE സർക്കാരിൻ്റെ ഒരു സ്പോൺസർഷിപ്പോടുകൂടി തൂരിയ എന്ന് പറയുന്ന ആ പായ്വഞ്ചിയിൽ അദ്ദേഹം വീണ്ടും ഗോൾഡൻ ഗ്ലോബിൽ പങ്കെടുക്കുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക 1ാം സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കടലിനൊരു പ്രത്യേകതയുണ്ട്. കടലിന് രൗദ്രഭാവവും ശാന്തഭാവവും ആയി മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. ശാന്തമായ കടലിലൂടെയാണ് നാം പോകുന്നതെങ്കിലും അതിൽ വളരെ പെട്ടെന്ന് തന്നെ രൗദ്രഭാവം പ്രാപിക്കുകയും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുമ്പോഴുമാണ് അഭിലാഷ് ടോമി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ സഹോദരൻ അദ്ദേഹം പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം അദ്ദേഹം വലിയ രീതിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. നാം ഒക്കെ വായിച്ചിരിക്കേണ്ടതാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറിപ്പോകാത്ത മനുഷ്യരായി, പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ട് വിജയിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയുന്ന ഒരു പുസ്തകമായി അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം നമുക്ക് ഒരു പ്രചോദനമാകും എന്ന് മാത്രമാണ് എൻ്റെ വിശ്വാസം.